ഈ പങ്ക്തികളിൽ ഹെഡേക്കിനെ പറ്റി പറയണമെന്ന് പറഞ്ഞ് അനേകം ഇമെയിലുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഹെഡേക്ക് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. തലവേദനയെപ്പറ്റി പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ചുരുക്കമായി ഇന്നും വരുന്ന ആഴ്ചകളുമായി ഇവിടെ പറയാം. ഇന്ന് വിവിധ തരം തലവേദനകളെപ്പറ്റി ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തലച്ചോറാണെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ലല്ലോ. നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളും ആത്യന്തികമായിട്ട് അപഗ്രഥിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. എങ്കിലും നമ്മുടെ ബ്രെയിനിലേക്ക് സെൻസറി നെർവ് സപ്ലൈ ഇല്ലാത്തതിനാൽ തലച്ചോറിന് വേദനയുണ്ടാകുവാൻ ഒരിക്കലും സാധ്യമല്ല. തലച്ചോറിന് ചുറ്റുമുള്ള സമീപമുള്ള സ്ട്രക്ചറുകളിൽ ഉണ്ടാകുന്ന വേദനയാണ് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിവക്ഷിക്കാറുള്ളത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന 300-ലധികം രോഗങ്ങളുടെ ആദ്യത്തെ ലക്ഷണങ്ങളിലൊന്നാണ് തലവേദന. ബ്രെയിൻ ട്യൂമർ കൊണ്ടോ, ബ്രെയിൻ ഇൻഫെക്ഷൻ കൊണ്ടോ, സ്ട്രോക്ക് കൊണ്ടോ, തലച്ചോറിനകത്തെ അനൂറിസം പൊട്ടിത്തകരുന്നത് കൊണ്ടോ ഒക്കെ തലവേദനയുണ്ടാകാം. പക്ഷെങ്കിൽ ഭാഗ്യവശാൽ നമുക്കുണ്ടാകുന്ന തലവേദനകളിൽ 95% സീരിയസ് രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് അവ അപകടകാരികളോ ലൈഫ് ത്രെറ്റനിങ്ങോ ആയിരിക്കുകയില്ല. എന്നാൽ അപകടം പതിയിരിക്കുന്നതും ഉടൻ തന്നെ ഡോക്ടറുടെ കൂടുതൽ പരിശോധന ആവശ്യമുള്ളതുമായ ചില തലവേദനകളുണ്ട്. ഉദാഹരണത്തിന് പെട്ടെന്നുണ്ടാകുന്നതും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതുമായ തീവ്രമായ തലവേദന അത്തരത്തിലൊന്നാണ്. അതുപോലെ തലവേദനയോടൊപ്പം പനിയും കഴുത്തിൽ സ്റ്റിഫ്നെസ്സും സീഷറും ഉണ്ടായാൽ ഉടൻ ഡോക്ടറെ കാണണം. തലവേദനയോടൊപ്പം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് മരവിപ്പ്, ബലക്ഷയം, കാഴ്ച വ്യത്യാസം, സംസാരിക്കാൻ പ്രയാസം എന്നിവയുണ്ടായാൽ കൂടുതൽ പരിശോധനകൾ ഉടൻ ആവശ്യമാണ്. ആക്സിഡൻറ്റുകൾക്കോ വീഴ്ചകൾക്കോ ശേഷം തലവേദനയുണ്ടായാൽ തീർച്ചയായിട്ടും കൂടുതൽ വിശദമായ പരിശോധനകൾ വേണം. അതുപോലെ 40 വയസ്സിന് ശേഷം ആദ്യമായി ഉണ്ടാകുന്ന എല്ലാ തലവേദനകളും ഡോക്ടറുടെ എവാലുവേഷൻ ആവശ്യമാണ്. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ തലവേദനയുമായി ഡോക്ടറെ കാണാൻ എത്തുന്ന 95% രോഗികൾക്കും തലവേദനയുടെ കാരണമായി മറ്റേതെങ്കിലും രോഗം ഉണ്ടായിരിക്കില്ല. ഇത്തരം തലവേദനകളെ പ്രൈമറി ഹെഡേക്സ് എന്ന് വിളിക്കുന്നു. പ്രൈമറി ഹെഡേക്സ് പ്രധാനമായി 3 എണ്ണമാണ്. ഒന്നാമത്തേത് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നു, രണ്ടാമത്തേത് മൈഗ്രെയിൻ ഹെഡേക്ക്, മൂന്നാമത്തേത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നു. സാധാരണ തലവേദനകളിൽ ബഹുഭൂരിപക്ഷവും ഇതിലൊന്നിൽ പെടും. ടെൻഷൻ ഹെഡേക്കാണ് സർവ്വസാധാരണമായിട്ടുള്ളത്. സ്ത്രീകളിൽ 90% ആളുകൾക്കും പുരുഷന്മാരിൽ 70% ആളുകൾക്കും ജീവിതത്തിൽ എന്നെങ്കിലും ഇത്തരം തലവേദന ഉണ്ടായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. തലയുടെ മുൻഭാഗത്തും ചുറ്റിലും അനുഭവപ്പെടുന്ന ഒരു ഡൾ ഹെഡേക്കാണിത്. പലപ്പോഴും രോഗി പറയും, ഡോക്ടറെ, എൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു റബ്ബർ ബാൻഡ് വലിച്ച് കെട്ടിയിരിക്കുന്നത് പോലെ തോന്നുന്നുവെന്ന് പറയുന്നു. രണ്ടാമത്തെ തലവേദന മൈഗ്രെയിൻ ഹെഡേക്കാണ്. അത് മിക്കപ്പോഴും തലയുടെ ഒരു വശത്ത് മാത്രം കഠിനമായി അനുഭവപ്പെടുന്ന ഒരു വേദനയാണ്. ചിലപ്പോൾ തലവേദനയോടൊപ്പം മനം മറിച്ചിലും ഛർദിലും ഉണ്ടാകാം. പ്രകാശത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി കിടക്കാൻ രോഗി ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ രോഗി തലവേദന ആരംഭിക്കുന്നതിന് മുമ്പ് കൺമുമ്പിൽ കൂടി ലൈറ്റ് ഫ്ലാഷസ് കാണുക, ബ്ലൈൻഡ് സ്പോട്ട്സ് കാണുക ഒക്കെ ചെയ്യാം. മൂന്നാമത്തെ തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്സ്. 85% പുരുഷന്മാർക്കാണ് ഈ തലവേദന ഉണ്ടാകാറുള്ളത്. തലയുടെ ഒരു ഭാഗത്ത് പലപ്പോഴും കണ്ണിന് പുറകിൽ ഒരു കത്തി കുത്തി ഇറക്കുന്നത് പോലെ കഠിനമായ വേദന അനുഭവപ്പെടുന്നു എന്നിവർ പറയും. എല്ലാ വർഷവും ചില സീസണുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്നതിനാലാണ് ഇതിനെ ക്ലസ്റ്റർ ഹെഡേക്സ് എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ സൈനസ് ഹെഡേക്ക് ആണെന്ന് പറഞ്ഞ് ധാരാളം രോഗികൾ വരാറുണ്ട്. ഇവരിൽ അധികം പങ്ക് ആളുകൾക്കും സൈനസ് ആയിരിക്കുകയില്ല പ്രശ്നം.
മുമ്പ് വിവരിച്ച പ്രൈമറി ഹെഡേക്സ് തന്നെ മൂക്കിൽ കൺജഷനും റണ്ണി നോസും ഒക്കെ ഉണ്ടാക്കുന്നതിനാൽ അത് പലപ്പോഴും സൈനസ് ഹെഡേക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ശരിക്കുള്ള സൈനസ് ഹെഡേക്കിന് കണ്ണിന് താഴെയോ മുകളിലോ ഉള്ള സൈനസ് ഏരിയയിൽ വേദനയും ചിലപ്പോൾ നീരും കാണും. മൂക്കിൽ നിന്നും ചുമയ്ക്കുമ്പോഴും രക്തമോ കഫമോ ഒക്കെ പുറത്തേക്ക് വരാം. മിക്കവാറും സൈനസ് ഹെഡേക്സ് ചികിത്സിച്ച് പരിപൂർണമായി സുഖമാക്കാം. തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികകൾ തന്നെ പലപ്പോഴും തലവേദനയ്ക്ക് കാരണമാകാം. ഇതിനെ റീബൗണ്ട് ഹെഡേക്സ് എന്ന് പറയുന്നു. വേദന ഗുളികൾ നിർത്തുക എന്നതാണ് ഇതിനുള്ള ചികിത്സ. അമിതമായ മദ്യം ഉപയോഗിച്ച ശേഷം ഉണ്ടാകുന്ന ഹാങ് ഓവർ ഹെഡേക്കും സാധാരണമാണ്. അമിതമായി മദ്യം ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനാണ് ഇതിൻ്റെ പ്രധാന കാരണം. മദ്യം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ധാരാളം വെള്ളവും കുടിക്കുവാൻ ഓർക്കുക. ഒരു ഐറിഷ് സ്നേഹിതൻ എന്നോട് പണ്ട് ഐറിഷുകാരുടെ ആരോഗ്യത്തിൻ്റെ 2 രഹസ്യങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒന്നാമത്തെ രഹസ്യം, ഐറിഷ് പീപ്പിൾ നെവർ ഡ്രിങ്ക് ആൽക്കഹോൾ വിത്തൗട്ട് ആഡിങ് വാട്ടർ. ഐറിഷുകാർ മദ്യം കുടിക്കണമെങ്കിൽ അതിൽ വെള്ളം എപ്പോഴും ചേർത്തിരിക്കും. രണ്ടാമത്തെ രഹസ്യം, ഐറിഷ് പീപ്പിൾ നെവർ ഡ്രിങ്ക് വാട്ടർ വിത്തൗട്ട് ആഡിങ് ആൽക്കഹോൾ. അതായത് ഐറിഷുകാർ വെള്ളം കുടിക്കണമെങ്കിൽ മദ്യം ചേർക്കാതെ വെള്ളവും കുടിക്കുകയില്ല. ഒന്നാമത്തെ കാരണം പരിപൂർണമായി ശരിയാണ്. രണ്ടാമത്തെ കാര്യം ശരിയായിരിക്കണമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചില രോഗികൾ വന്ന് പറയാറുണ്ട്, എൻ്റെ ഭാര്യയാണ് അല്ലെ എൻ്റെ ഭർത്താവാണ് എൻ്റെ തലവേദനയ്ക്ക് കാരണമെന്ന്. ഇവർ കാരണം പറയുന്നുണ്ടെങ്കിലും പ്രൈമറി ഹെഡേക്ക് കാരണമില്ലാത്ത തലവേദനകളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താനേ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. സെക്സ് തലവേദനയ്ക്ക് കാരണമാകുമോ? ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് മറ്റു കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുവാൻ പലരും തലവേദന കാരണമാക്കാറുണ്ട്. എങ്കിലും സെക്സ് ചിലപ്പോൾ തലവേദനയ്ക്ക് കാരണമാകാം. ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞാൽ അത് വേണ്ട വിധം ചികിത്സിക്കുവാനായിട്ട് സാധിക്കും. വരുന്നയാഴ്ച ടെൻഷൻ ഹെഡേക്കിനെ പറ്റി കൂടുതൽ അറിയുവാൻ ശ്രമിക്കാം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. നന്ദി. വരുന്നയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം.